ಇವಾಗ ಸ್ವಲ್ಪ ರೆಸ್ಟ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಎಂಟಿ ಸ್ಟಮಕಲ್ಲಿ. നമ്മളിന്ന് വീണ്ടും ഒരു ഫോറസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ് കേട്ടോ ഉള്ളത്. ഇവിടുന്ന് ഒരു സഫാരി പോകാനാണ് വന്നിട്ടുള്ളത്. ഇവിടെയായിരുന്നു പഴയ സഫാരി സെൻറ്ററും ടിക്കറ്റ് കൗണ്ടറും ഒക്കെ. അപ്പോൾ ഇവിടെ നിന്നാണ് പുതിയൊരു സ്ഥലത്തേക്ക് സഫാരി സെൻറ്ററൊക്കെ മാറ്റിയിട്ടുള്ളത്. ഇവിടെ തന്നെയാണ് കേട്ടോ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും. അപ്പോൾ ഈ സ്റ്റേയുടെ മുറ്റത്ത് ഇഷ്ടംപോലെ കുരങ്ങന്മാരും മാനും ഒക്കെ ഉണ്ട്. രാത്രിയിലൊക്കെ നല്ല രീതിയിൽ ആനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇഷ്ടംപോലെ ആനിമൽസിനെയൊക്കെ കാണാം. ഉച്ചസമയം ആകാറായതുകൊണ്ട് നമുക്ക് മാനും കുരങ്ങന്മാരെയൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ടിക്കറ്റ് കിട്ടും. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെയാണ് വന്നിരിക്കുന്നത്. അപ്പം നേരത്തെ ചെന്ന് ക്യൂ നിന്നാൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് കിട്ടുകയുള്ളൂ. നല്ല തിരക്കുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഉച്ച കഴിഞ്ഞുള്ള ആദ്യത്തെ ഒരു സഫാരി എടുക്കാനാണ് പോകുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ ചെന്ന് ക്യൂ നിൽക്കാമെന്ന് കരുതി പോവുകയാണ് കേട്ടോ. ഗുണ്ടൽപേട്ട് നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ സഫാരി സെൻറ്ററിലേക്കുള്ളത്. നല്ല തിരക്കുള്ള സമയത്ത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേ ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സഫാരി എടുക്കാൻ വരുമ്പോൾ ഈ ഒരു സഫാരി സെൻറ്ററിൻ്റെ കുറച്ച് ദൂരത്തൊക്കെ ആയിട്ട് മലയാളികൾ നടത്തുന്ന റെസ്റ്റോറൻറ്റും സ്റ്റേയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഫുഡൊക്കെ പ്രശ്നമുള്ളവർക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആഹാരമൊക്കെ കഴിക്കാം. കുറഞ്ഞ ചിലവിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ മേലുക്കമനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ സഫാരി സെൻറ്റർ ഉള്ളത്. ഇത് സഫാരി ഡീറ്റെയിൽസ് ഒക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നത് രാവിലത്തെ സഫാരി കഴിഞ്ഞ് എല്ലാവരും പോയൊരു സമയത്താണ്. പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 1.5 മണിക്കൂർ വന്ന് ക്യൂ നിന്ന് കേട്ടോ. ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് സഫാരി ബസ് വരാനായിട്ട്. ഇവിടെ സഫാരി സെൻറ്ററിൻ്റെ കുറച്ച് ദൂരത്തായിട്ട് ആണ്, അവിടെയായിട്ടാണ് സഫാരി ബസ്സൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് ബസ് വരും. അവിടെ നിന്നാണ് നമ്മൾ ബസ് നമ്പർ നോക്കി കയറി പോകേണ്ടത്. നമുക്കിവിടെ കിട്ടുന്ന സഫാരി 1.5 മണിക്കൂറുള്ളൊരു സഫാരിയാണ്. അപ്പോൾ നമ്മുടെ സഫാരി ഉച്ചകഴിഞ്ഞ് 2:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഇങ്ങനെ കുറച്ച് ദൂരം റോഡിലൂടെ പോയിട്ട് വേണം കാടിനുള്ളിലേക്ക് കയറുവാനായിട്ട്. അപ്പോൾ ഈ റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ആനിമൽസിനെയൊക്കെ കാണാം. നമുക്ക് കാട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ കിട്ടിയ ആദ്യത്തെ സൈറ്റിംഗാണ് ഈ മാൻ. എപ്പോഴും നമ്മൾ കാട്ടിലേക്ക് കയറുമ്പോൾ മിക്കവാറും എല്ലാവർക്കും തന്നെ മാനിനെ ആയിരിക്കും കാണാൻ കഴിയുന്നത്. പിന്നൊരു ഈഗിളാണ് കേട്ടോ ഇത്. താഴെ ഇരുന്ന ഈഗിളിനെ മുകളിലേക്ക് പക്ഷികളെല്ലാം കൂടെ പറപ്പിച്ചതാണ് കേട്ടോ. ഇന്ത്യൻ വൈൽഡ് ഡോഗാണിത്. ഒരു ഗ്രൂപ്പായിട്ടാണ് ഇവർ കാണപ്പെടുന്നത്. നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ഗ്രൂപ്പായിട്ട് തന്നെയാണ്. ഇവർ വലിപ്പം കുറവാണെങ്കിലും കടുവയും പുലിയൊക്കെ പേടിപ്പിച്ച് അവർ പിടിക്കുന്ന ഇരകളെയൊക്കെ രക്ഷിക്കാനും ഒക്കെ മിടുക്കരാണ് ഇവർ. അപ്പോൾ കടുവയ്ക്കും പുലിക്കുമൊക്കെ പേടിയുള്ളൊരു കൂട്ടരാണ് കേട്ടോ ഇവർ. ഈ ഒരു ബസ് സഫാരിയിൽ പെർ ഹെഡ് വരുന്ന ചാർജ് 650 രൂപയാണ്. നമ്മുടെ കാടുകളെ അപേക്ഷിച്ച് ഇവിടെ അടിക്കാടൊക്കെ വെട്ടിത്തെളിച്ച് മൃഗങ്ങൾ ഒരുപാട് അകലെ നിന്നാൽ പോലും കാണത്തക്ക രീതിയിലാണ് കാട് നിലനിർത്തിയിരിക്കുന്നത്. ഈ ഒരു കാട്ടുകോഴി പുൽനാമ്പുകളും പുൽച്ചാടികളും ചെറുകിഴങ്ങുകളും ഒക്കെയാണ് ഇവർ കഴിക്കുന്നത്. അതുപോലെ കൂടുണ്ടാക്കുന്നത് കുറ്റിക്കാടുകളിലൊക്കെയാണ്. സ്ട്രൈപ്പ് നെക്ക്ഡ് മംഗൂസാണ് ഈ പോകുന്നത്. അപ്പോൾ ഇവർക്ക് ചെറിയ വാലാണ്. ആ വാലിൻ്റെ തുമ്പത്ത് കറുപ്പ് കളറാണ്. ശരീരം മുഴുവനും ചാര നിറവും അതിന് മുകളിലായിട്ട് ചെറിയ തുരുമ്പ് പിടിച്ച പോലത്തെ ഒരു കളറാണ് ഇവർക്ക്. അതുപോലെ ഇവർ കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് ചെറിയ ഞണ്ടുകൾ, തവളകൾ, ഉരകങ്ങൾ എന്നിവയാണ് ഇവർ കഴിക്കുന്നത്. ഇവരുടെ കഴുത്തിൻ്റെ 2 ഭാഗത്തുമായിട്ട് 2 വരകളും ഉണ്ടാവും. കാടിനുള്ളിലെ ഒരു കൂട്ടം മാനാണ്. വീണ്ടും എപ്പോഴും നമ്മൾ മാനിനെ കണ്ട് നമുക്കൊരു മടുപ്പാകും. പക്ഷേ കാടിനുള്ളിൽ ഇങ്ങനെ മൃഗങ്ങളൊക്കെ മേഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ മാനാണെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും നോക്കും കേട്ടോ. ആ മാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ കുരങ്ങുകളുള്ളത്. അടുത്തൊരു മ്ലാവാണ് കേട്ടോ. അവർ ബ്രീഡിംഗ് സീസണിൽ മാത്രമാണ് കൂട്ടമായിട്ട് നടക്കുന്നത്. അല്ലാത്തപ്പോഴൊക്കെ മെയിൽസ് എല്ലാം ഒറ്റയ്ക്കാണ് നടക്കുന്നത്. അപ്പോൾ ഇവരുടെ വെയിറ്റ് എന്ന് പറയുന്നത് 100 മുതൽ 350 കിലോഗ്രാം വരെ വരും.
അപ്പോൾ നമ്മുടെ സഫാരിയുടെ സമയമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സഫാരി സെൻറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.